PSC മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദിച്ചതും ഇനി വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ 2025 PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. 2025 PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സും 2026 PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സും സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർ കാണുക. ആദ്യത്തെ പോയിന്റ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്. ആൻസർ 2025 മെയ് 2-നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. ഇത് PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത പോയിന്റ് നോക്കാം. പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അപ്പം നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ഡേറ്റ് എന്നാണ് 2025 മെയ് 2-നാണ്. ഓർത്തു വയ്ക്കണം. ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 2025 നവംബറിൽ പൂർണ്ണ തോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി അനുവദിച്ച കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 2025 നവംബറിൽ പൂർണ്ണ തോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി അനുവദിച്ച കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അടുത്ത പോയിന്റ് നോക്കാം. കേന്ദ്ര സർക്കാരിന്റെ പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? 600.15 കിലോമീറ്റർ ആണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലെത്തുന്നവരിൽ 2-ാം സ്ഥാനത്ത് എത്തിയതാരാണ്? ആൻസർ പിണറായി വിജയൻ. 1-ാമത് EK നായനാർ. കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നവരിൽ 2-ാം സ്ഥാനത്ത് എത്തിയത് പിണറായി വിജയനാണ്. 1-ാമത് EK നായനാർ. അടുത്ത പോയിന്റ്, തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പരിസരങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാനുമായി നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമാണ് ശുചിത്വ ഐ. ശുചിത്വ ഐ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പരിസരങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാനുമായി നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമാണ് ശുചിത്വ ഐ. അടുത്തൊരു സ്കീമാണ് പഠിക്കാൻ പോകുന്നത്. കടലിലും തീരത്തും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദര തീരം. ശുചിത്വ സാഗരം സുന്ദര തീരം. കടലിലും തീരത്തും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദര തീരം. സമുദ്രത്തിന്റെ അടിത്തട്ടിലെ മഹാരഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ യാത്രയിലെ മലയാളി സാന്നിധ്യം G. ഹരികൃഷ്ണൻ. സമുദ്രത്തിന്റെ അടിത്തട്ടിലെ മഹാരഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ യാത്രയിലെ മലയാളി സാന്നിധ്യം ആരാണ്? G. ഹരികൃഷ്ണനാണ്. ഈ പേര് ഓർത്തു വയ്ക്കണം. സമുദ്രത്തിനടിയിൽ 6000 മീറ്റർ ആഴത്തിൽ മനുഷ്യരെയും വഹിച്ചു കൊണ്ടുപോകുന്ന ഇന്ത്യൻ നിർമ്മിത പേടകമാണ് മത്സ്യ 6000. ഓർത്തു വയ്ക്കണം. മത്സ്യ 6000 എന്താണ്? സമുദ്രത്തിനടിയിൽ 6000 മീറ്റർ ആഴത്തിൽ മനുഷ്യരെയും വഹിച്ചു കൊണ്ടുപോകുന്ന ഇന്ത്യൻ നിർമ്മിത പേടകമാണ് മത്സ്യ 6000. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരമായിരുന്നു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരത്തായിരുന്നു. വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് വേനൽ മധുരം. വേനൽക്കാലത്ത് പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് വേനൽ മധുരം. കുടുംബശ്രീയുടെ 6-ാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് വയനാട്. വേദിയായിരുന്നത് കൊല്ലമാണ്. കുടുംബശ്രീയുടെ 6-ാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിൽ തില്ലാന കിരീടം നേടിയ ജില്ല ഏതാണ്? വയനാടാണ് കിരീടം നേടിയത്. വേദിയായിരുന്നത് കൊല്ലത്താണ്. അടുത്ത പോയിന്റ് നോക്കാം. പട്ടികവർഗ മേഖലയിലെ
യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഈ മേഖലയിൽ പ്രൊഫഷണലിസം കൈവരിക്കുന്നതിനും കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ-ടിക്. കെ-ടിക് എന്താണ്? പട്ടികവർഗ മേഖലയിലെ യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിലും ഈ മേഖലയിൽ പ്രൊഫഷണലിസം കൈവരിക്കുന്നതിനും കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ-ടിക്. അടുത്തതായി 2 പ്രധാനപ്പെട്ട സ്കീമുകളാണ് പഠിക്കാൻ പോകുന്നത്. കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് കെ-ടാപ്പ്. എന്താണ് കെ-ടാപ്പ്? കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം. കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം. കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം കെ-ടാപ്പ്. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ജൻ ഗൽസ. ഇതിന്റെ അർത്ഥം ജനങ്ങളുടെ ഉത്സവം. അപ്പോൾ ജൻ ഗൽസ എന്തായിരുന്നു? സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ജൻ ഗൽസ. അതിന്റെ അർത്ഥം ജനങ്ങളുടെ ഉത്സവം എന്നാണ്. സംസ്ഥാനത്തെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ. സംസ്ഥാനത്തെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ. അടുത്ത പോയിന്റ്, വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ, പഠന സാമഗ്രികൾ, ലഘുഭക്ഷണങ്ങൾ, ഉച്ചഭക്ഷണം എന്നിവ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്കൂഫെ. സ്കൂഫെ എന്താണ്? വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ, പഠന സാമഗ്രികൾ, ലഘുഭക്ഷണങ്ങൾ, ഉച്ചഭക്ഷണം എന്നിവ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്കൂഫെ. സംഘടനാ ശാക്തീകരണം ലക്ഷ്യമിട്ട് അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിലെത്തിക്കുന്നതിനുള്ള കുടുംബശ്രീ ക്യാമ്പയിനാണ് 50+ ക്യാമ്പയിൻ. സംഘടനാ ശാക്തീകരണം ലക്ഷ്യമിട്ട് അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിലെത്തിക്കുന്നതിനുള്ള കുടുംബശ്രീ ക്യാമ്പയിനാണ് 50+ ക്യാമ്പയിൻ. അടുത്ത പോയിന്റ് നോക്കാം. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ചെറുക്കാനും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. സ്നേഹിത എന്താണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ചെറുക്കാനും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. വ്യവസായ സംരംഭകർക്ക് സൗഹാർദ്ദപരവും അനുകൂലവുമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ തുടർച്ചയായി 2ാം തവണയും രാജ്യത്ത് 1ാമതെത്തിയ സംസ്ഥാനമാണ് കേരളം. ഇമ്പോർട്ടൻ്റ് ആണ്. വ്യവസായ സംരംഭകർക്ക് സൗഹാർദ്ദപരവും അനുകൂലവുമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തുടർച്ചയായി 2ാം തവണയും രാജ്യത്ത് 1ാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. അമേരിക്കൻ മെറിറ്റ് കൗൺസിൽ ഹിസ്റ്ററി മാൻ ഓഫ് ഇന്ത്യ എന്ന ബഹുമതി നൽകി ആദരിച്ച ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് എന്ന തനതു കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയായ മലയാളിയാണ് ജിതേഷ് ജി. വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കൻ മെറിറ്റ് കൗൺസിൽ ഹിസ്റ്ററി മാൻ ഓഫ് ഇന്ത്യ എന്ന ബഹുമതി നൽകി ആദരിച്ച ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വരയരങ്ങ് ആരുടേതാണ്? ജിതേഷ് ജിയുടേതാണ്. വരയരങ്ങ് എന്ന തനതു കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയായ മലയാളിയാണ് ജിതേഷ് ജി. മലയാളം കാലിഗ്രാഫി രംഗത്ത് പ്രമുഖനായ ഏത് വ്യക്തിയാണ് വേൾഡ് കാലിഗ്രഫി അസോസിയേഷന്റെ ഓണററി ഡയറക്ടറായി നിയമിക്കപ്പെട്ടത്? ഈ സംസ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് അദ്ദേഹം. ആരാണ്? നാരായണ ഭട്ടതിരി. മലയാള കാലിഗ്രഫി രംഗത്ത് പ്രമുഖനായ ഏത് വ്യക്തിയാണ് വേൾഡ് കാലിഗ്രഫി അസോസിയേഷന്റെ ഓണററി ഡയറക്ടറായി നിയമിക്കപ്പെട്ടത്? ഈ സംസ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് നാരായണ ഭട്ടതിരി. അടുത്ത പോയിന്റ്, യാത്രക്കിടയിൽ കേരളത്തിൽ എവിടെയും തൊട്ടടുത്ത് വൃത്തിയുള്ള ഒരു ശുചിമുറി കണ്ടെത്താൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ആപ്പാണ് ക്ലൂ ആപ്പ്. യാത്രക്കിടയിൽ കേരളത്തിൽ എവിടെയും തൊട്ടടുത്ത് വൃത്തിയുള്ള ഒരു ശുചിമുറി കണ്ടെത്താൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ആപ്പ് ഏതാണ്? ക്ലൂ ആപ്പ്. ട്രാൻസ് ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിന് പകരം രക്ഷിതാക്കൾ എന്ന് ചേർക്കണമെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ട്രാൻസ് ദമ്പതികളുടെ കുട്ടികളുടെ
ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിന് പകരം രക്ഷിതാക്കൾ എന്ന് ചേർക്കണമെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. കേസ് അന്വേഷണത്തിനായി വ്യക്തികളെ കാരണമറിയിക്കാതെ അറസ്റ്റ് ചെയ്യുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. കേസ് അന്വേഷണത്തിനായി വ്യക്തികളെ കാരണമറിയിക്കാതെ അറസ്റ്റ് ചെയ്യുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. അടുത്ത പോയിന്റ്, അപകടവേളയിൽ ഭീഷണിയുടെ രീതിയിൽ പ്രതിരോധ പ്രതികരണം നടത്തുന്ന ഇരുനിറത്തവളയെ ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്ന മലയാളിയായ ഡോക്ടർ സത്യഭാമ ദാസ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി സംഘം കണ്ടെത്തിയത് എവിടെ വച്ചാണ്? ശിരുവാണിയിൽ വച്ചാണ്. അപകടവേളയിൽ ഭീഷണിയുടെ രീതിയിൽ പ്രതിരോധ പ്രതികരണം നടത്തുന്ന ഇരുനിറത്തവളയെ ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്ന മലയാളിയായ ഡോക്ടർ സത്യഭാമ ദാസ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി സംഘം കണ്ടെത്തിയത് എവിടെ വച്ചാണ്? ശിരുവാണിയിൽ വച്ചാണ്. അയ്യപ്പൻ തീയാട്ട് എന്ന അനുഷ്ഠാന കലയിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച വനിതയാണ് RLV ആര്യാദേവി. അയ്യപ്പൻ തീയാട്ട് എന്ന അനുഷ്ഠാന കലയിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച വനിത ആരാണ്? RLV ആര്യാദേവിയാണ്. Booking.com തയ്യാറാക്കിയ ലോകമെമ്പാടുമുള്ള യാത്രക്കാർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട മികച്ച 10 ട്രെൻഡിംഗ് ട്രാവൽ ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ സ്ഥലമാണ് കൊച്ചി. Booking.com തയ്യാറാക്കിയ ലോകമെമ്പാടുമുള്ള യാത്രക്കാർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട മികച്ച 10 ട്രെൻഡിംഗ് ട്രാവൽ ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ സ്ഥലം ഏതാണ്? കൊച്ചിയാണ്. കേരള തീരത്തോട് ചേർന്ന് അറബിക്കടലിൽ കണ്ടെത്തിയ യൂറോപ്യൻ മെഡിറ്ററേനിയൻ സമുദ്രങ്ങളിൽ മാത്രമുള്ള അപൂർവ ഇനം കടൽ അട്ടയാണ് പോണ്ടോഡെല്ല മുരിക്കേറ്റ. പേരോർത്ത് വയ്ക്കണം. കേരള തീരത്തോട് ചേർന്ന് അറബിക്കടലിൽ കണ്ടെത്തിയ യൂറോപ്യൻ മെഡിറ്ററേനിയൻ സമുദ്രങ്ങളിൽ മാത്രമുള്ള അപൂർവ ഇനം കടൽ അട്ടയുടെ പേരാണ് പോണ്ടോഡെല്ല മുരിക്കേറ്റ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുതുമലയിലെ ശ്മശാനഭൂമി അറിയപ്പെടുന്നത് ജൂലൈ 30 ഹൃദയഭൂമി എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുതുമലയിലെ ശ്മശാനഭൂമി അറിയപ്പെടുന്നത് ജൂലൈ 30 ഹൃദയഭൂമി. ബ്ലേഡ് പലിശക്കാർക്കെതിരെ കേരള പോലീസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഷൈലോക്ക്. ഓപ്പറേഷൻ ഷൈലോക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലേഡ് പലിശക്കാർക്കെതിരെ കേരള പോലീസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഷൈലോക്ക്. ജനങ്ങൾക്ക് സുരക്ഷിതവും ഫലപ്രാപ്തിയുമുള്ളതും ഗുണനിലവാരമുള്ളതുമായ മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തുന്ന പരിശോധനയ്ക്ക് നൽകിയ പേരാണ് ഓപ്പറേഷൻ സൗന്ദര്യ. ജനങ്ങൾക്ക് സുരക്ഷിതവും ഫലപ്രാപ്തിയുള്ളതും ഗുണനിലവാരമുള്ളതുമായ മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തുന്ന പരിശോധനയ്ക്ക് നൽകിയ പേരാണ് ഓപ്പറേഷൻ സൗന്ദര്യ. സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാൻ വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷൻ നൽകിയ പേരാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാൻ വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷൻ നൽകിയ പേരാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. അഴിമതി കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസ് വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. അഴിമതി കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസ് വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. വർദ്ധിച്ചു വരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. വർദ്ധിച്ചു വരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനുള്ള വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ. ഓപ്പറേഷൻ വനരക്ഷ എന്താണ്? വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും മായം ചേർത്ത എണ്ണയുടെ വിൽപ്പന തടയാനും
ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയാണ് ഓപ്പറേഷൻ നാളികേര. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കുവാനും മായം ചേർത്ത എണ്ണയുടെ വിൽപ്പന തടയാനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയാണ് ഓപ്പറേഷൻ നാളികേര. സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത. ഓപ്പറേഷൻ രക്ഷിത എന്താണ്? സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച് മറിച്ചു വിൽക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് കസ്റ്റംസ് രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ നൽകിയ പേരാണ് ഓപ്പറേഷൻ നുംഖോർ. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച് മറിച്ചു വിൽക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് കസ്റ്റംസ് രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ നൽകിയ പേരാണ് ഓപ്പറേഷൻ നുംഖോർ. ഓപ്പറേഷൻ നുംഖോറിലെ നുംഖോർ എന്നതിന്റെ ഭൂട്ടാനീസ് ഭാഷയിലെ അർത്ഥം ആണ് വാഹനം. ഓപ്പറേഷൻ നുംഖോറിലെ നുംഖോർ എന്നതിന്റെ ഭൂട്ടാനീസ് ഭാഷയിലെ അർത്ഥം എന്താണ്? വാഹനം എന്നാണ്. 2023 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. 2023 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. 2024 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയത് മുഹമ്മ പോലീസ് സ്റ്റേഷനാണ്. 2024 മുഹമ്മ പോലീസ് സ്റ്റേഷനും 2023 ലഭിച്ചത് തലശ്ശേരി പോലീസ് സ്റ്റേഷനുമാണ് മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയത്. ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയത് 2024 മുഹമ്മ പോലീസ് സ്റ്റേഷൻ. കേരളത്തിൽ എവിടെയാണ് ഇന്ത്യ റിസർവ് പോലീസിന്റെ പുതിയ ബറ്റാലിയൻ സ്ഥാപിക്കുന്നത്? കോട്ടുക്കൽ, കൊല്ലം. കേരളത്തിൽ എവിടെയാണ് ഇന്ത്യ റിസർവ് പോലീസിന്റെ പുതിയ ബറ്റാലിയൻ സ്ഥാപിക്കുന്നത്? കോട്ടുക്കൽ, കൊല്ലത്താണ്. സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയുടെ പേരാണ് സമയം. സമയം എന്ന് പറയുന്നത് സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയുടെ പേരാണ് സമയം. കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകനായി നിയമനം ലഭിച്ച നർത്തകനാണ് RLV രാമകൃഷ്ണൻ. കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകനായി നിയമനം ലഭിച്ച നർത്തകനാണ് RLV രാമകൃഷ്ണൻ. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച സ്ത്രീകൾ ചേർന്ന് രൂപീകരിച്ച ലൈഫ് ലൈൻ വയനാട് എന്ന കൂട്ടായ്മ നിർമ്മിക്കുന്ന ബാഗിന് നൽകിയ പേരാണ് ബെയ്ലി. ബെയ്ലി പാലത്തെ അനുസ്മരിച്ചാണ് ബാഗുകൾക്ക് അതേ പേരിട്ടിരിക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച സ്ത്രീകൾ ചേർന്ന് രൂപീകരിച്ച ലൈഫ് ലൈൻ വയനാട് എന്ന കൂട്ടായ്മ നിർമ്മിക്കുന്ന ബാഗിന് നൽകിയ പേരെന്താണ്? ബെയ്ലി എന്നാണ്. ബെയ്ലി പാലത്തെ അനുസ്മരിച്ചാണ് ബാഗുകൾക്ക് അതേ പേരിട്ടിരിക്കുന്നത്. 2025 ജൂലൈ 21 അന്തരിച്ച കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. മുഴുവൻ പേര് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. ഡേറ്റ് ഓർമ്മിച്ചു വയ്ക്കണം. 2025 ജൂലൈ 21 അന്തരിച്ച കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. മുഴുവൻ പേര് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. ഡേറ്റ് ഓർത്തു വയ്ക്കണം. 2025 ജൂലൈ 21. 2024 മെയ് മാസം അന്തരിച്ച ചക്രക്കസേരയിലിരുന്ന് നാടിനാകെ അക്ഷരം വെളിച്ചം പകർന്ന പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തകയാണ് KV റാബിയ. 2024 മെയ് മാസം അന്തരിച്ച ചക്രക്കസേരയിലിരുന്ന് നാടിനാകെ അക്ഷര വെളിച്ചം പകർന്ന പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തകയാണ് KV റാബിയ. ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. അപ്പോൾ KV റാബിയയുടെ ആത്മകഥ എന്താണ്? സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നത് KV റാബിയയുടെ ആത്മകഥയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തിടെ അന്തരിച്ച മലബാറിൽ നിന്നുള്ള മുസ്ലിം വിഭാഗത്തിലെ ആദ്യ വനിതാ MLA ആണ് കാനത്തിൽ ജമീല. അടുത്തിടെ അന്തരിച്ച മലബാറിൽ നിന്നുള്ള മുസ്ലിം വിഭാഗത്തിലെ ആദ്യ വനിതാ MLA ആണ് കാനത്തിൽ ജമീല. കേരള നിയമസഭയിൽ അംഗമായിരിക്കെ അന്തരിച്ച ആദ്യ വനിത ആരാണ്? കാനത്തിൽ ജമീലയാണ്. കൊയിലാണ്ടിയിലാണ് കാനത്തിൽ ജമീല. കേരള നിയമസഭയിൽ അംഗമായിരിക്കെ അന്തരിച്ച ആദ്യ വനിതയും കൂടിയാണ് കാനത്തിൽ ജമീല. 2025 ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തിയാണ് KS മണിലാൽ. ഇമ്പോർട്ടൻ്റ് ആണ്.
2025 ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തിയാണ് KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തിയാണ് KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തി ആരാണ്? KS മണിലാലാണ്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മോപ്പസാങ് വാലത്ത് ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ? അദ്ദേഹം ഒരു ചിത്രകാരനായിരുന്നു. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മോപ്പസാങ് വാലത്ത് ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിത്രകാരനായിരുന്നു. ലോലൻ എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് മലയാള കാർട്ടൂൺ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച അന്തരിച്ച കാർട്ടൂണിസ്റ്റ് ചെല്ലന്റെ ശരിയായ പേരാണ് TP ഫിലിപ്പ്. ലോലൻ എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് മലയാള കാർട്ടൂൺ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച അന്തരിച്ച കാർട്ടൂണിസ്റ്റ് ചെല്ലന്റെ ശരിയായ പേരെന്താണ്? TP ഫിലിപ്പ് എന്നാണ്. എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ വിമർശകനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ MK സാനു. മംഗലത്ത് കേശവൻ സാനു. മംഗലത്ത് കേശവൻ സാനു അന്തരിച്ചത് 2025 ഓഗസ്റ്റ് 2-നാണ്. ഡേറ്റ് ഓർത്തു വയ്ക്കണം. 2025 ഓഗസ്റ്റ് 2-നാണ് എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ വിമർശകനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ MK സാനു അന്തരിച്ചത്. പ്രൊഫസർ MK സാനുവിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി. കർമ്മഗതി ആരുടെ ആത്മകഥയാണ്? പ്രൊഫസർ MK സാനുവിൻ്റെ ആത്മകഥയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 50-ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാളത്തിൻ്റെ പ്രിയ കവിയും ഗാനരചയിതാവുമായ വ്യക്തിയാണ് വയലാർ രാമവർമ്മ. 2025 50-ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയ കവിയും ഗാനരചയിതാവുമായ വ്യക്തി ആരാണ്? വയലാർ രാമവർമ്മയാണ്. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2025 മാർച്ച് 1-ന് അന്തരിച്ച പ്രശസ്ത സിനിമാ ഗാന രചയിതാവാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. 2025 മാർച്ച് 1-ന് അന്തരിച്ച പ്രശസ്ത സിനിമാ ഗാന രചയിതാവാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. 2025 ജനുവരി 25-ന് അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് ഡോക്ടർ KM ചെറിയാൻ. 2025 ജനുവരി 25-ന് അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് ഡോക്ടർ KM ചെറിയാൻ. ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ KM ചെറിയാൻ. ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ KM ചെറിയാൻ. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു.